أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد. അപ്പോൾ സൊഫ് ഒന്ന് എല്ലാവരും ശരിയാക്കി പരമാവധി അടുപ്പിച്ച് കാലുകൾ ചേർത്ത് വെച്ച് നമ്മുടെ ഇസ്ലാമിൻ്റെ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മുടെ സൊഫിൽ കാണണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീല വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ونشهد أن سيدنا ونبينا محمدا صفوة الله من عباده المخلصين صلى الله وسلم عليه وعلى آله وصحبه والتابعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് തഖ്വ ജീവിതത്തിലുടനീളം പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചുണ്ടാക്കിയ റബ്ബ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ജനസഞ്ചയങ്ങളെ പടച്ചുണ്ടാക്കിയ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ നിങ്ങൾ തഖ്വ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ബലിപെരുന്നാളിൻ്റെ ഈ സുദിനത്തിൽ ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നല്ല ഒരു പെരുന്നാൾ സുദിനം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേലിലും മഹത്തായ നമ്മുടെ ഈ ഭരണകൂടത്തിൻ്റെ മേലിലും അല്ലാഹുവിൻ്റെ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ രാജ്യത്ത് അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ സന്തോഷവും പരസ്പര സ്നേഹവും സഹാനുഭൂതിയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹുവിനെ സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവരോട് ഒരേ ഒരു കാര്യം മാത്രമാണ് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. എന്താകുന്നു അല്ലാഹു കൽപ്പിച്ച ഒരേ ഒരു കാര്യം? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി കലർപ്പില്ലാതെ, ശിർക്കിന്റെയോ ബഹുദൈവാരാധനയുടെയോ കലർപ്പുകളില്ലാതെ ആരാധനകളുടെ സകലമാന ഇനങ്ങളും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുക എന്ന മഹത്തായ കൽപ്പന. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അങ്ങനെ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന് കീഴ്വണങ്ങി അവന് കീഴൊതുങ്ങി ജീവിക്കുക എന്ന കാര്യം. ഇതാകുന്നു അല്ലാഹുവിൻ്റെ എല്ലാ സമുദായങ്ങളോടുമുള്ള, ആദ്യന്തമുള്ള എല്ലാവരോടുമുള്ള കൽപ്പന. അത് ശിരസാവഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ച് അവനെ നാം ഇബാദത്ത് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു
അള്ളാഹുവിൻ്റെ അടിമകളെ, ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അതിന് ഈമാനികമായി വിശ്വാസപരമായി വലിയ സ്ഥാനവും മൂല്യവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഹജ്ജിന്റെ പവിത്രമായ പരിശുദ്ധമായ ഹജ്ജിന്റെ കുളിർത്തന്നലുകൾ, അവിടുത്തെ തക്ബീറിന്റെ ധ്വനികൾ നമ്മുടെ കാതുകളിലേക്ക് എത്തുകയാണ്. എപ്പോഴാണ് ഒരു ഹജ്ജ് സമ്പൂർണ്ണമാവുകയും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയും ചെയ്യുന്നത്? അതിന്റെ അടിസ്ഥാനം ഇഖ്ലാസ്, ആത്മാർത്ഥത, നിഷ്കളങ്കമായി ആ ഇബാദത്ത് അള്ളാഹുവിന് സമർപ്പിക്കുമ്പോഴാണ് ഹജ്ജ് പോലും പൂർണ്ണമാകുന്നത്. നമ്മുടെ ഏതൊരു കർമ്മവും ഏതൊരു വാക്കും പ്രവൃത്തിയും ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഔന്നത്യത്തിലെത്തുകയും അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. മാലിന്യങ്ങളിൽ നിന്ന് ജലം ശുദ്ധീകരിച്ച് അതിനെ ശുദ്ധമായ ജലമാക്കുന്നത് പോലെ തീയിൽ ഊതിക്കാച്ചി സ്വർണം ഊതിക്കാച്ചി തങ്കമാക്കുന്നത് പോലെ ഇബാദത്തുകളെ, കർമ്മങ്ങളെ, വാക്കുകളെ, പ്രവൃത്തികളെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഇഖ്ലാസിലൂടെയല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സമർപ്പിക്കുന്നതിലൂടെയല്ലാതെ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ, ആ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങേയറ്റം അടുക്കുവാനും നമ്മുടെ കർമ്മങ്ങൾ, അമലുകൾ അല്ലാഹുവിൽ അത് സ്വീകരിക്കപ്പെടാനും കാരണമായി തീരുന്നു. നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയുടെ താക്കോൽ എന്തെന്ന് ചോദിച്ചാൽ അത് ഇഖ്ലാസ് ആണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തുകളുടെ അടിസ്ഥാനവും അടിത്തറയും എന്താണെന്ന് ചോദിച്ചാൽ ഇഖ്ലാസ് ആകുന്നു. എന്താണ് ഇഖ്ലാസ്? അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുക എന്നതാണ് ഇഖ്ലാസിന്റെ അർത്ഥമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, മുഖ്ലിസൻ ലഹുദ്ദീൻ, നിങ്ങൾ അല്ലാഹുവിനെ കീഴൊതുങ്ങി ഇഖ്ലാസോടുകൂടി ശിർക്കിന്റെ അടയാളങ്ങളിൽ നിന്ന് മുക്തമായി റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇലാഹി അൻത മഖ്സൂദി ഫഹബ്ലി ഖബൂലൻ യൂരിസു റിദ്വാന അന്നി, അല്ലാഹുവേ നീ മാത്രമാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അതുകൊണ്ട് റബ്ബേ, നിന്റെ തൃപ്തി ലഭിക്കാൻ സാധിക്കുന്ന നീ സ്വീകരിച്ച അമലുകൾ കൊണ്ട് എന്നെ നീ സമ്പന്നമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നിഷ്കളങ്കമായ മനസ്സ് നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഇഖ്ലാസ് അത് നമ്മുടെ ഇബാദത്തുകളുടെ അകക്കാമ്പും അതിന്റെ ഉൾപ്പൊരുളും അതിന്റെ കാതലുമാകുന്നു. എല്ലാ സൽസ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും ഉണ്ടായിത്തീരുന്നത് ആത്മാർത്ഥതയിൽ നിന്ന്, ഇഖ്ലാസിൽ നിന്നാകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബാധ്യതകൾ, കടമകൾ അത് ശരിയായ വിധത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഖൽബിൽ ഇഖ്ലാസിന്റെ വെളിച്ചം, ആത്മാർത്ഥതയുടെ, നിഷ്കളങ്കതയുടെ വെളിച്ചം അത് ഉണ്ടായിത്തീരുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അത് മാത്രമല്ല, നമ്മൾ ഈ ജീവിക്കുന്ന ഈ രാജ്യം, ഈ രാഷ്ട്രം, അതിനോട് നമുക്ക് ബാധ്യതകളും കടമകളും ഉണ്ട്. അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതും നമ്മുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ തന്നെയാകുന്നു. ഈ രാഷ്ട്രത്തോട് അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഈ രാഷ്ട്രത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയും ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിനെ സുരക്ഷിതത്വമുള്ള, സംരക്ഷണമുള്ള ഒരു നാടാക്കി മാറ്റണേ എന്ന് ദുആ ചെയ്തതുപോലെ അല്ലാഹുവിനോട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد
ഈ പരിശുദ്ധമായ പെരുന്നാൾ സുദിനത്തിൽ ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇഖ്ലാസ്, ആത്മാർത്ഥത, നിഷ്കളങ്കത, അതിൽ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നമ്മുടെ സ്വന്തം കുടുംബത്തോടും നമ്മുടെ നാട്ടുകാരോടുമൊക്കെയുള്ള ആത്മാർത്ഥമായ ഇടപെടലുകൾ. നമ്മുടെ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു സന്താനം, മക്കൾ, അതുപോലെ തന്നെ ഭാര്യയോടും മക്കളോടും നല്ല നിലയിൽ പെരുമാറുന്ന ആളുകൾ, അതുപോലെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്ന ആളുകൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇഖ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് കാണാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്ലിമ, തീർച്ചയായും ഒരു മുസ്ലിം, ഇദാ അൻഫഖ അലാ അഹ്ലിഹി നഫഖ, തൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ ചെലവഴിക്കുകയാണ്, കുടുംബത്തിന് വസ്ത്രവും ഭക്ഷണവും ഒക്കെയായി അവൻ ചെലവഴിക്കുകയാണ്, വഹുവ യഹ്തസിബുഹ, എന്നിട്ട് അവൻ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു, കാനത് ലഹു സദഖ, അത് അവൻ ഒരു സദഖയായി, ഒരു ദാനധർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരു ഇബാദത്തായി കണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അതിൻ്റെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയും ചെയ്യുക എന്നത്, പ്രിയമുള്ളവരെ, ഇഖ്ലാസിൻ്റെ ആത്മാർത്ഥതയുടെ കവാടങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുകയാണ് എങ്കിൽ, നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുകയാണ് എങ്കിൽ, അതിൻ്റെ അനുരണനം, അതിൻ്റെ സുഗന്ധം അത് നാടുകൾ മുഴുവനും, സമൂഹത്തിലേക്ക് മുഴുവനും വ്യാപിക്കുകയും അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ അടിയുറപ്പുള്ള ഒരു സമൂഹമായി, ഒരു സമുദായമായി നമുക്ക് മാറാനും സാധിക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, സ്നേഹത്തിൻ്റെയും സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളുടെയും ആഘോഷമാക്കി നമ്മൾ ഈ പെരുന്നാളിനെ മാറ്റുക. കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, സ്നേഹബന്ധങ്ങൾ ചേർക്കുക, ആളുകളെ സന്ദർശിക്കുകയും അവരോട് ഈദിൻ്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുക. ഉന്നതമായ വലിയ വിജയങ്ങൾക്ക് നിദാനമായി തീരുന്ന, സമൂഹത്തെ നയിക്കുന്ന ക്രിയാത്മകമായ ഒരു ആഘോഷമായി ഈദിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നാടിനോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ഇഖ്ലാസ്, ആത്മാർത്ഥത, നിഷ്കളങ്കത, അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, പവിത്രമായിട്ടുള്ളത്. അതോടൊപ്പം കുടുംബത്തോടുള്ള ആത്മാർത്ഥത, അതായത് കുടുംബത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹബന്ധവും അവരോടുള്ള കരുതലും, അതോടൊപ്പം തന്നെ വൈജ്ഞാനിക രംഗത്ത് പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത, അതിലൂടെയാണ് വലിയ വിജയങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈവരുന്നത്. ജോലിയിലുള്ള ആത്മാർത്ഥത, അത് അങ്ങനെ ആത്മാർത്ഥത ഉണ്ടാകുമ്പോൾ കൃത്യനിഷ്ഠതയും അതുപോലെ തന്നെ വലിയ കൃത്യതയും നമുക്കുണ്ടായിത്തീരുന്നു. അധ്യാപന രംഗത്തുള്ള ആത്മാർത്ഥത, അത് നമ്മളെ കാരുണ്യത്തിലേക്കും നിശ്ചയദാർഢ്യവും നമ്മൾക്കുണ്ടായിത്തീരുക എന്നതാണ്. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരാൾ ദാനധർമ്മം നിർവഹിക്കുകയാണ് എങ്കിൽ അതവന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയും എല്ലാ സമയങ്ങളിലും നിരന്തരമായി സ്വതക്കകളിൽ മുഴുകുന്ന ഒരാളായി അവൻ മാറിത്തീരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ശരിയായ നിയ്യത്തും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന, രോഗികളായ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കുടുംബ ബന്ധുക്കൾക്ക്, എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. നസ്അലുല്ലാഹ തആല അൻ യർസുഖനാ صدق النية وإخلاص العمل وأن يديم علينا وأن يديم على وطننا الأمن والازدهار وعلى مجتمعنا الاتحاد والاستقرار. هذا وصلوا وسلموا على سيدنا ونبينا محمد صلى الله عليه وسلم. اللهم صل وسلم وبارك عليه وعلى آله وأصحابه والتابعين. وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين، وشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم
والشيخ خليفة بن زايد والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك، وأدخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وغفرانك. عيدكم مبارك وكل عام وأنتم بخير. تقبل الله منا ومنكم.